ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ കൊത്തവരയും പരിപ്പും വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കുന്ന ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത്തിരി തന്നെ മതിയാകും. അപ്പോൾ അതൊന്ന് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒരു 25-30 മിനിറ്റോളം ഒന്ന് വെക്കുന്നുണ്ട്. ആ ഒരു സമയം തന്നെ ഇവിടെ കൊത്തവര ഞാൻ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ കത്തി വെച്ച് മുറിക്കുന്ന സമയത്ത് എനിക്കെന്തോ അതിനൊരു കയ്പ്പ് രസം ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൈ വെച്ചിട്ട് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഒരു ചട്ടിയിലേക്ക് നമ്മൾ കുതിരാൻ വെച്ചിട്ടുള്ള ആ ഒരു പരിപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചട്ടിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ ഒരു പരിപ്പ് ഇത്തിരി നേരം ഒന്ന് കുതിർത്ത് വെച്ചിട്ടുള്ളത്. പരിപ്പ് വേവിക്കുന്ന സമയം ഇതിലേക്ക് ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇടയ്ക്കൊന്ന് ഇതേ രീതിയിലൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം പരിപ്പൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു സമയം തന്നെ നമ്മളിതിലേക്ക് കൊത്തവരയും കൂടെ ചേർത്തിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു സമയം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് ആ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു സമയം തന്നെ നമ്മളിതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ടൊന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു സമയത്തിൽ നമുക്കത് ഇതിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ വെള്ളം മുഴുവൻ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി അപ്പോൾ അതൊന്ന് തുറന്ന് വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ടാവുക. ഇതേ രീതിയിൽ നമുക്ക് പരിപ്പും കൊത്തവരയും ചേർത്തിട്ടുള്ള തോരനിവിടെ റെഡിയാക്കി എടുക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ. ഈ ഒരു സമയം നമ്മളിത് ആ ഫ്ലെയിം ഓഫ് ചെയ്തിരുന്നുണ്ട്. കൂടെ തന്നെ ഇത്തിരി കടുകും കറിവേപ്പിലയും വെളിച്ചെണ്ണയിലൊന്ന് വറുത്തിടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു തോരൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. കൊത്തവരയൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ പരിപ്പൊക്കെ ചേർത്ത് വെക്കുകയാണെങ്കിൽ വളരെ വെറൈറ്റി ആയിട്ടൊരു ടേസ്റ്റോടുകൂടി നമുക്ക് കഴിക്കാനും പറ്റും. നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടുകയും ചെയ്യേ. ഈ ഒരു രീതിയിലൊക്കെ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. കിച്ചണിലേക്ക് ആവശ്യമായിട്ട് 2 പ്രോഡക്റ്റ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് ഞാനൊന്ന് അൺബോക്സ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കുന്നതാണ് ഈ ഒരു രീതിയിലുള്ള ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്യാൻ കേട്ടോ. ഓർഡർ കൊടുത്തിട്ടുള്ള അതേ സെയിം സാധനം തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടമായി. ഇതേപോലുള്ളൊന്ന് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ നാളായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വാങ്ങിച്ചു. 3-4 കിലോ വരെയുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇതിലേക്ക് വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ബോക്സും കൂടി ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ് ബോക്സാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഈ ഒരു സ്റ്റോറേജ് ബോക്സും വളരെ യൂസ്ഫുൾ തന്നെയാണ് കേട്ടോ. 4 സെറ്റ് വരുന്നതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ക്യാരറ്റ്, ബീൻസ്, ബീറ്റ്റൂട്ട് ഇതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. അപ്പോൾ നമ്മളിതാ ഇത്രയും നാൾ ഈ ഒരു ഇതിലാണ് കേട്ടോ ഞാൻ ഫ്രൂട്ട്സ് ഇട്ട് വെക്കാറ്. നമുക്കിതാ ഇതിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നെറ്റ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല വായു സഞ്ചാരമൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്നൊന്നും ഫ്രൂട്ട്സൊന്നും ചീത്തയായി പോകുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ പാറ്റാപ്രാണി അതിൻ്റെ ഒന്നും അങ്ങനെ കയറുന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത് 2-3 ദിവസമായി കേട്ടോ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് തന്നെ. അപ്പോൾ വീഡിയോ ഇപ്പോഴാണ് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ ഈ ഒരു സംഭവം.
അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കുന്ന സ്റ്റോറേജ് കണ്ടെയ്നറും അതും നല്ല യൂസ്ഫുള്ളായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇത്രയും നാളും പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ടാണ് കേട്ടോ വെക്കാറ്. അപ്പോൾ ഇതും നല്ലൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്